വേഗത്തിൽ ജില്ലകളുടെ സാഹചര്യം കൂടി ഒന്ന് നോക്കാം. ജില്ലകളിൽ നിന്നുള്ള കണക്കുകൾ ഏത് രീതിയിലാണ് സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്നതാണ്. മധ്യ കേരളത്തിലേക്ക് പോകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ജില്ല കോട്ടയമാണ്. നമുക്കറിയാം കോട്ടയത്ത് ഇത്തവണ CPMന് നഷ്ടമുണ്ടാകുമെന്നതാണ് പൊതുവിലുണ്ടായ വിലയിരുത്തൽ. പക്ഷേ CPM കണക്കൂട്ടുന്നത് കാര്യമായ ഒരു നഷ്ടവും അവിടെ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഒരു സീറ്റ് കൂടുതൽ കിട്ടുമെന്നതാണ്. ഈ കോട്ടയത്തെ രാഷ്ട്രീയത്തിൽ ഏറ്റവും സുപ്രധാനമായ മണ്ഡലം പാലാ നിയമസഭാ മണ്ഡലമാണ്. ശക്തമായ ത്രികോണ പോര് നടന്ന പാലയിൽ, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പോര് നടന്ന പാലയിൽ ഇത്തവണ ഇടതുമുന്നണി വിജയിക്കും, ജോസ് കെ മാണി വിജയിക്കുമെന്ന് CPM കണക്കുകൂട്ടുന്നു. കാരണം അവിടെ ഷോൺ ജോർജ് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിരുന്നു. ആ ഷോൺ ജോർജിൻ്റെ കടന്നുവരവ് ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി. അതായത് മാണി സി കാപ്പൻ്റെ വോട്ടുകൾ ചോർത്തപ്പെട്ടു, അങ്ങനെ വിജയിച്ചു കയറുമെന്ന് കരുതുന്നു. അതായത് നിലവിൽ പാല കൂടി ചേരുമ്പോൾ 6 സീറ്റുകൾ വരെ കോട്ടയം ജില്ലയിൽ നിന്ന് കിട്ടുമെന്നാണ് CPMൻ്റെ കണക്കെടുപ്പുകൾ. അത് ആ രീതിയിൽ അപ്പോൾ മുന്നോട്ട് പോകുന്നു എന്നാണ് സാഹചര്യം. വൈക്കവും കാഞ്ഞിരപ്പള്ളിയും ഒഴികെയുള്ള വൈക്കവും കാഞ്ഞിരപ്പള്ളിയും ഏറ്റവും ഉറച്ച സീറ്റുകളായി കരുതുന്നു. അതേസമയം കോൺഗ്രസിന് മറ്റു ചില കണക്കുകളുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. അതിന് മുമ്പ് CPMൻ്റെ കണക്കെടുപ്പ് എന്നത് കൂടി വിശദമായി പരിശോധിക്കാം. ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കോട്ടയത്ത് നഷ്ടമുണ്ടാവില്ലെന്ന് CPM കണക്ക് കൂട്ടുന്നതിൻ്റെ കാരണം എന്താണ്? വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണോ ഈ കണക്കെടുപ്പ്? അതിൽ പ്രത്യേകം പരാമർശിച്ചു പോകേണ്ട ഇടം പാലാ മണ്ഡലമാണെന്ന് തോന്നുന്നു. തീർച്ചയായും സജിത്ത്, അതിലെ വാർത്തകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാല തന്നെയാണ്. പാല ആര് ജയിക്കും എന്നുള്ളതാണ് കേരള രാഷ്ട്രീയത്തിലാകെ ചോദിക്കുന്ന ചോദ്യമാണ്. അവിടെ CPM നൽകുന്ന ഉത്തരം പാല ഇത്തവണ ഇടതുമുന്നണി പിടിക്കും, ജോസ് കെ മാണി അവിടെ ജയിക്കും എന്നുള്ളതാണ്. അതിൻ്റെ കണക്കുകൾ ഒരു പരിധിവരെ യാഥാർത്ഥ്യത്തോട് ചില കാര്യങ്ങളെങ്കിലും ചേർന്ന് നിൽക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ്. ഷോൺ ജോർജിൻ്റെ സാന്നിധ്യം അവിടെ വളരെ പ്രധാനമായി ഉയർന്നു വന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഈ ഉപതെരഞ്ഞെടുപ്പിൽ 25,000 വോട്ട് ലഭിച്ച N ഹരി അത് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് 21-ലെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ 10,000-ലേക്ക് പോകുന്ന BJP അവിടെ 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് കാപ്പൻ ജയിച്ചത്. അങ്ങനെ BJP വോട്ടുകൾ കഴിഞ്ഞ തവണ തന്നെ കാപ്പന് ലഭിച്ചിരുന്നു എന്ന കണക്ക്. ഒപ്പം തന്നെ ഈ മലയോര മേഖലകളിൽ കഴിഞ്ഞ തവണ ജനപക്ഷത്തിന്റെ പിന്തുണ കൂടി കാപ്പൻ ഉണ്ടായിരുന്നു. ആ നിലയിൽ കൂടിയാണ് കാപ്പൻ ജയിച്ചത് എന്നവർ കരുതുകയാണ്. ആ ഘട്ടത്തിൽ നോക്കുമ്പോൾ പാലായിൽ ഷോൺ ജോർജ് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്ന വിലയിരുത്തൽ CPMും നടത്തുന്നു. ആ മുന്നേറ്റം പക്ഷേ ചോർത്തുക കാപ്പന്റെ വോട്ടുകളാണ്. അങ്ങനെ ജോസ് കെ മാണി ജയിക്കും എന്നുള്ളതാണ് CPMന്റെ ഒരു കണക്കായി പുറത്തു വരുന്നത്. ബാക്കിയുള്ള സിറ്റിംഗ് സീറ്റുകൾ ഏറ്റുമാനൂരോ വൈക്കമോ കാഞ്ഞിരപ്പള്ളിയോ ഒന്നും കാര്യമായ പ്രതിസന്ധിയില്ല. അതേസമയം പൂഞ്ഞാറിലും ചങ്ങനാശ്ശേരിയിലും നല്ല മത്സരം നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഈ സ്ഥാനാർത്ഥി സിറ്റിംഗ് MLAമാരാണ് എന്നുള്ളത് അവിടെ ഒരു മേൽക്കോയ്മ ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ഈരാറ്റുപേട്ടയുടെ കാര്യത്തിൽ SDPI വോട്ടുകളാണ് നിർണായകമാകുക. കഴിഞ്ഞ തവണയും SDPI വോട്ടുകൾ സെബാസ്റ്റ്യൻ കുളത്തിങ്ങൽ ലഭിച്ചിരുന്നു. ഇത്തവണയും ആ SDPI വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ PC ജോർജും മികച്ച പോരാട്ടം തന്നെ നടത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തേന് സമാനമായ രീതിയിൽ ഉള്ള 2ാം സ്ഥാനത്തേക്ക് എത്തുന്നു എന്ന നിലയാണുള്ളത്. ഇത് സെബാസ്റ്റ്യൻ കുളത്തിങ്ങൽ തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നമ്മളോട് തുറന്ന് പറഞ്ഞതുമാണ്. ആ ഒരു കണക്ക് തന്നെയാണ് ഇപ്പോൾ CPMനെ സംബന്ധിച്ചും ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ നഷ്ടമല്ല, വലിയ ലാഭം. ഒരു സീറ്റ് അധികം, ആകെ 9 സീറ്റാണ് ജില്ലയിലുള്ളത്. അവിടെ ഒരു സീറ്റ് അധികമായി ലഭിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ലാഭമാണ്. തൊട്ടിപ്പുറത്ത് UDFനും വലിയ അവകാശവാദമുണ്ട് സജിത്ത്. അതുകൊണ്ട് തന്നെ ഈ അവകാശവാദങ്ങൾക്കിടയിൽ കിടക്കുകയാണ് മുന്നണി രാഷ്ട്രീയം. സീറ്റിലെ കണക്കെടുപ്പ് അവിടെ BJP എന്ന ഫാക്ടർ പലയിടത്തും എന്ത് ചെയ്യുന്നു, എത്ര വോട്ട് പിടിക്കുന്നു എന്നത് തന്നെയാണ് വളരെ പ്രധാനമായി ഉയർന്നു വരിക സജിത്ത്. എന്തായാലും ശ്രീജിത്ത് സൂചിപ്പിച്ചതാണ് ആ പ്രധാനപ്പെട്ട സാഹചര്യം. കോട്ടയം ജില്ലയെ സംബന്ധിച്ച് കണക്കെടുത്തു പോവേണ്ട പ്രത്യേകം സങ്കീർണ സാഹചര്യങ്ങളുള്ള മണ്ഡലങ്ങൾ പലതുണ്ട്. ഒന്ന് പാലയിലാണ്. പാലയിൽ ഇത്തവണ ജോസ് കെ മാണി വിജയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഷോൺ ജോർജിൻ്റെ സാന്നിധ്യമായിരുന്നു. കാരണം ഷോൺ ജോർജ് UDF വോട്ടുകൾ, പ്രത്യേകിച്ച് മാണി സി കാപ്പൻ്റെ വോട്ടുകൾ ചോർത്തു. അതായത് മുമ്പ് പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്ന ചില പഞ്ചായത്തുകൾ പിന്നീട് പാലയുടെ ഭാഗമായി. ആ മേഖലകളിൽ ഷോൺ ജോർജിന് വലിയ സ്വാധീനമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പന് ലഭിച്ച വോട്ടുകൾ പലതും അവിടുന്നാണ്. അത് ഇത്തവണ ഷോൺ ജോർജിലേക്ക് തിരിഞ്ഞാൽ അവിടെ വലിയൊരു മാറ്റം പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വിജയിച്ച് കയറാം. ഇതാണ് ഇടതുപക്ഷത്തിൻ്റെ കണക്കൂട്ട്. അതിനപ്പുറം വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്ന സാഹചര്യം ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നിട്ടില്ല എന്ന കൂടി വിലയിരുത്തലുണ്ടാകുന്നുണ്ട്. പൂഞ്ഞാർ മറ്റൊരു വലിയ ഫാക്ടറാണ്. കാരണം PC ജോർജ് ഉണ്ട്, സെബാസ്റ്റ്യൻ കുളത്തിങ്കലുണ്ട്. UDF കടുത്ത ഫൈറ്റുമായിട്ട് കളത്തിലുമുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ മുസ്ലിം വോട്ടുകൾ, മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ആർക്കൊപ്പം പോൾ ചെയ്യുമെന്നതാണ്. കേരളത്തിൽ പൊതുവിൽ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ UDFന് അനുകൂലമെങ്കിൽ അത് പൂഞ്ഞാറിൽ മറ്റൊരു ഫാക്ടറായി മാറിയിട്ടുണ്ട് എന്ന് ഇടതുപക്ഷം കണക്കൂട്ടുന്നു. അതുകൊണ്ടുകൂടിയാണ് പൂഞ്ഞാർ വിജയിക്കുമെന്ന കണക്ക് അവർ നടത്തുന്നത്. മറ്റ് സിറ്റിംഗ് സീറ്റുകൾ, ഏറ്റുമാനൂർ അടക്കമുള്ള സീറ്റുകളിൽ നിന്നും നഷ്ടം അവർ കരുതുന്നുമില്ല എന്നതാണ് സാഹചര്യം. ഏതായാലും കോട്ടയത്തിൻ്റെ പൊതുചിത്രമാണ് ശ്രീജിത്ത് പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.